ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് കണ്ടാലോ? ഞാനിവിടെ അതിനായിട്ട് 1 കിലോ എല്ലൊക്കെ ഉള്ള ചിക്കനാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ഒരു കുറച്ച് കശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ദേ ഈ ഇട്ടേക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് നമ്മുടെ കരിവേപ്പില പൊടിയാണ് കേട്ടോ. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം, നിങ്ങളെടുത്ത് നോക്കിയാൽ മതി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാനായിട്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടുക. പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊളി. അത്രയും ചെയ്യുക. പിന്നെ ഒരു പാൻ എടുക്കുക, അതിനകത്തേക്ക് കുരുമുളക്, പിന്നെ നമ്മുടെ പെരുംജീരകം ഉണ്ടല്ലോ അതും ഓരോ ടേബിൾ സ്പൂൺ ഇട്ടിട്ട് അത് നന്നായിട്ട് വറുത്ത് ഒന്ന് ചതച്ച് വയ്ക്കുക. പൊടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ചതച്ച് വയ്ക്കുക. അതങ്ങ് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ചതച്ച് വെച്ചത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് ലേശം കരിവേപ്പില, അതൊരു ഭംഗിക്ക് നമ്മൾ ആദ്യം പൊടി ചേർത്തതാണ്, ഇത് കരിവേപ്പിലയും കൂടി ചേർക്കുക. പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് എരിവിനനുസരിച്ച് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇതിനകത്ത് ഇടുക. ഇതിനകത്തിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റുക കേട്ടോ. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെക്കണം. കുറച്ച് നേരം, ഒരു മിനിറ്റ് വഴറ്റിയാൽ മതി. വഴറ്റി കഴിഞ്ഞ ശേഷം എല്ലാം ഒന്ന് പിടിച്ചെന്ന് ഉറപ്പാകുമ്പോഴേക്കും ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും ഇതാണ് വെള്ളം. കണ്ടോ, ചിക്കനിൽ നിന്ന് തന്നെ കുറേ ഇറങ്ങിയിട്ടുണ്ട് വെള്ളം. അത് കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ അങ്ങനെ തന്നെ കിടന്നോട്ടെ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതങ്ങ് ചെയ്യാം കേട്ടോ. അടുപ്പിൻ്റെ അവിടെ നിന്ന് മാറിയും നിൽക്കരുത്, കാരണം കരിഞ്ഞു പോവും. എന്നിട്ട് നമ്മുടെ ക്രഷ്ഡ് ചില്ലി അതങ്ങ് ചേർക്കുക. ചതച്ച മുളക് അതങ്ങ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഗരം മസാല 1/2 ടീസ്പൂൺ അതും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചേർക്കാത്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ കൊറിയാൻഡർ പൗഡർ, നമ്മുടെ മല്ലിപ്പൊടി അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരത്തെ ആദ്യം പൊടിച്ചു വെച്ച ആ മസാലയുണ്ടല്ലോ, ആദ്യം പൊടിച്ചു വെച്ച മസാല അതും കൂടി ചേർക്കുക. അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ഈ മസാലകളെല്ലാം ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റും. ആ വെള്ളം വറ്റുന്ന പരുവമാണ് ഈ ഒരു പരുവം. അത് കഴിയുമ്പോഴേക്കും സവാള, നല്ല വലിയൊരു സവാള, അത് മീഡിയം സൈസിൽ അരിഞ്ഞെടുക്കുക. ഒത്തിരി ചെറുതാക്കണ്ട, ഇങ്ങനെ ഒരു മീഡിയം സൈസിൽ അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ഇടുക. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക എന്നൊക്കെ പറഞ്ഞാലേ നമ്മുടെ ആ സവാളയുടെ പച്ചമണമൊക്കെ അതൊക്കെ മാറി നല്ല ഈ കളറൊക്കെ അങ്ങ് മാറി നല്ല അടിപൊളി ഒരു കളറും സ്മെല്ലും ഒക്കെ വരുന്ന രീതിയിലാവണം. അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ശ്രദ്ധിച്ച് കണ്ടോ ഈ ഒരു പരുവം വരണം. എന്നിട്ട് പിന്നെ നമ്മുടെ നാരങ്ങാനീര് ഒരു 1/2 ടീസ്പൂൺ, അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മല്ലിയില എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മല്ലിയിലയും കൂടി ചേർക്കുക. മല്ലിയിലയും കൂടി ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല ചെറിയ കഷ്ണമായിട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് വഴറ്റി അങ്ങ് എടുക്കുക. വഴറ്റി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി ഭയങ്കര ടേസ്റ്റാണ്. ഇതൊരു ഷെഫ് ഉണ്ടാക്കിയ റെസിപ്പിയാണ് കേട്ടോ. എനിക്കത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെയും കൂടി കാണിച്ചു തരാം എന്ന് എനിക്ക് തോന്നി കേട്ടോ. അവരുണ്ടാക്കിയിട്ട് ഭയങ്കര സക്സസ്ഫുള്ളായ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും എന്നോട് പറയണം. എന്നാലേ എനിക്ക് അടുത്ത വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.